പതിവിന് വിപരീതമായി വാഷിംഗ്ടൺ നഗരം അന്ന് ഉച്ച സമയത്തെ അസഹനീയമായ ചൂടിൽ വെന്തരിഞ്ഞു. ഒക്ടോബറിൽ ഇവിടെ വല്ലാത്ത താപനില സാധാരണയായി അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മൂർധന്യാവസ്ഥ ആദ്യമായിട്ടാണ്. നഗരത്തിൽ ചില കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഉച്ച നേരത്തിന് ശേഷവും അത്രയ്ക്ക് തീവ്രവും ശക്തവുമായിരുന്നു തെളിഞ്ഞ വെയിലിന്റെ കാഠിന്യം. സമയം കൃത്യം 3:30. ഹോട്ടൽ എമറാൾഡിന്റെ 7ാം നിലയിലെ 101 നമ്പർ റൂമിൽ അവർ മൂവരും ഉണ്ടായിരുന്നു. ജൂനിയർ ബോണ്ട് ഡിറ്റക്റ്റീവ് മെർലിൻ, പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട്. ഇന്ത്യൻ നേവിയിൽ നിന്ന് കുറ്റാന്വേഷണ താല്പര്യ നിമിത്തം പിരിഞ്ഞു പോന്ന ബോണ്ട് ഡിറ്റക്റ്റീവിൽ ചേർന്ന ക്യാപ്റ്റൻ കിഷോർ കുമാർ. മെർലിനും ക്യാപ്റ്റൻ കിഷോർ കുമാറുമാണ് 6ലധികം രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്തു വരുന്ന ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തി വരുന്നത്. എല്ലാറ്റിന്റെയും മേലധികാരിയാണ് ചീഫ് ജെയിംസ് ലോവൻ. ശീതീകരിച്ച ഹോട്ടൽ ഡീലക്സ് റൂമിന്റെ പടിഞ്ഞാറേ ഭാഗത്തെ ജാലകത്തിനരികിലിട്ട റിവോൾവിംഗ് ചെയറിൽ ജാലകത്തിലൂടെ താഴെ ഏതിലേക്കോ അലക്ഷ്യമായി വീക്ഷിച്ചുകൊണ്ട് ജൂനിയർ ബോണ്ട് ഇരുകർത്യവതാമോടനായി ഇരിക്കുന്നു. റൂമിലെ എൻട്രൻസിന് വലതുഭാഗത്തെ 2 കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലാണ് ക്യാപ്റ്റൻ കിഷോർ കുമാറും മെർലിനും. അവർ സിറ്റി പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണയിൽ നിന്ന് ചീഫിന് ലഭിച്ച വാഷിംഗ്ടൺ കേസുകളിലെ വിശദ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ക്രമത്തിൽ സേവ് ചെയ്യുകയായിരുന്നു. കമ്പ്യൂട്ടർ കീബോർഡിലെ ബട്ടണുകളുടെ ബീപ് ബീപ് സ്വരവും എസിയുടെ നേർത്ത മുരൾച്ചയും ഒഴിച്ചാൽ അവിടം നിശബ്ദതയിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ കിഷോർ, ചീഫ് ജാലകത്തിനരികിൽ നിന്ന് എന്തോ പെട്ടെന്ന് ഓർത്തിട്ടെന്നോണം വിളിച്ച്. യെസ് ബോസ്. ക്യാപ്റ്റൻ കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിന്ന് ബോസിന് നേർക്ക് ശ്രദ്ധ തിരിച്ചു. ഒപ്പം മെർലിനും. റോസ് വ്യൂ ആർക്കേഡിന് മുന്നിൽ വെച്ച് ഹൃദയസ്തംഭനം വന്ന ഡെത്ത് ആയവരുടെ പേരുകൾ ഒന്ന് പറയൂ, ജെയിംസ് ലോവൻ ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ പെട്ടെന്ന് കമ്പ്യൂട്ടർ കീബോർഡിനരികിൽ നിന്ന് ഫയൽ എടുത്ത് വിടർത്തി. ബോസ്, അവരുടെ ഫുൾ ബയോഡേറ്റ അടങ്ങിയ പേജ് കണ്ടെടുത്തതും കിഷോർ വിളിച്ചു. യെസ്, ടെൽ മീ കിഷോർ. ചാൾസ് സ്റ്റീഫൻ, അയാളുടെ ഭാര്യ അന്നമ്മ ചാൾസ്. ബെനഡിക്ട് ഫ്രാൻസിസ്, അയാളുടെ ഭാര്യ റീന ബെനഡിക്ട്. രാം പ്രഭാകർ, അയാളുടെ സുഹൃത്ത് ഹരിവംശലാൽ. ക്യാപ്റ്റൻ കിഷോർ പറഞ്ഞു. ജെയിംസ് ലോവൻ ഒന്ന് അമർത്തി മൂളി. എന്നിട്ട് തിരക്കി. ഇവർക്ക് ഹൃദയസ്തംഭനം സംഭവിച്ച ടൈം? കറക്റ്റ് ടൈം 6:35 PM. മൂവർക്കും ഒരേ സമയം തന്നെ? യെസ് ബോസ്, ക്യാപ്റ്റൻ ഫയലുകളിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ഇവർ ഒരു ഫാമിലിയാണോ മെർലിൻ? ബോസ് മെർലിനെ ശ്രദ്ധിച്ചു. നോ ബോസ്, നന്ദർവാലി സ്ട്രീറ്റിൽ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നു, മെർലിൻ വെളിപ്പെടുത്തി. സംഭവം നടക്കുന്നത് എങ്ങനെയാണ് ക്യാപ്റ്റൻ? ജെയിംസ് ലോവൻ വീണ്ടും കിഷോറിനെ തന്നെ ശ്രദ്ധിച്ചു. റോസ് വ്യൂ ആർക്കേഡിലെ ദിൽന മ്യൂസിക്കൽ ഷോപ്പിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് ഒന്നിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഭീകര മനുഷ്യനെ കണ്ട് ഭയന്നുവെന്ന് പോലീസ് എഴുതിയിരിക്കുന്നത് ബോസ്. ഇവരല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല ഈ ഭീകര മനുഷ്യനെ? നെവർ ബോസ്, മെർലിൻ പറഞ്ഞു. വളരെ വിചിത്രമായ സംഭവം. പറഞ്ഞിട്ട് ചീഫ് ജെയിംസ് ലോവൻ ഒന്ന് മെല്ലെ അമർത്തി ചിരിച്ചു. ആ ചിരിയിൽ എന്തൊക്കെയോ അന്തരാർത്ഥങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മെർലിനും ക്യാപ്റ്റൻ കിഷോറിനും മനസ്സിലായി. അവർ ആകാംക്ഷയോടെ ബോസിന്റെ നേർക്ക് തന്നെ കണ്ണുകൾ അയച്ചിരുന്നു. കിഷോർ, ഇന്ന് 9:30 മുമ്പായി എനിക്ക് മരണമടഞ്ഞ 6 പേരുടെയും ഫുൾ ബയോഡാറ്റ കിട്ടണം. പോലീസിന്റെ റിപ്പോർട്ടല്ല എനിക്ക് വേണ്ടത്. നമ്മുടെ ബോണ്ടിന്റെ ശരിയായ റിപ്പോർട്ടാണ്, സത്യമായ വിവരങ്ങളാണ്, ചീഫ് നിർദ്ദേശിച്ചു. ഓഫ് കോഴ്സ് ബോസ്, അവർ ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നമ്മുടെ കേസന്വേഷണം തുടങ്ങുന്നത് പ്രഥമ അനിഷ്ട സംഭവം നടന്ന റോസ് വ്യൂ ആർക്കേഡിൽ നിന്ന് സംഭവങ്ങളുടെ ക്രമത്തിൽ തന്നെയാവണം. മെർലിനും ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ ഇമചിമ്മാതെ നോക്കിയിരുന്നു. ഇതിനൊക്കെ ഞാൻ വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാം. ചീഫ് പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. കിഷോറും മെർലിനും കമ്പ്യൂട്ടർ വർക്ക് തുടർന്നു. അന്ന് രാത്രി 9:30. ബോണ്ട് ഡിറ്റക്റ്റീവ് ചീഫും 2 സഹപ്രവർത്തകരും പ്രമാദമായ വാഷിംഗ്ടൺ മർഡർ കേസുകളിലെ ഇതുവരെ ലഭിച്ചതായ തെളിവുകളെ അപഗ്രഥിച്ച് അതിഗൗരവതരമായ ചർച്ചയിൽ. പാതി തുറന്നിട്ടിരിക്കുന്ന ജാലകത്തിലൂടെ നേർത്ത കാറ്റ് അകത്തേക്ക് മെല്ലെ വീശുന്നു. ട്രയാങ്കിൾ ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ടേബിളിന് ചുറ്റുമായിരുന്നു ചീഫ് ജൂനിയർ ബോണ്ട് 007ഉം സഹപ്രവർത്തകരായ മെർലിനും ക്യാപ്റ്റൻ കിഷോർ കുമാറും.
മോയുടെയും മുഖത്ത് വല്ലാത്തൊരു ഗൗരവത്തിന്റെ മട്ട്. അപ്പോ ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചീഫ് ജെയിംസ് ലോവൻ ഇനിയും കത്തിക്കാത്ത സിഗരറ്റ് ചുണ്ടുകൾക്കിടയിലിട്ട് ഞെരിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ബോസ് പറഞ്ഞു വരുന്നത്? മെർലിൻ ബോസിന്റെ മുഖത്ത് ആകാംക്ഷയോടെ നോക്കി. ഒപ്പം ക്യാപ്റ്റൻ കിഷോറും. മറുപടിയായി ജെയിംസ് ലോവൻ പതുക്കെയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അന്വേഷണ പ്രകാരം റോസ്വ്യൂ ആർക്കേഡിന് മുന്നിൽ ഭീകര മനുഷ്യനെ കണ്ട് ഹൃദയസ്തംഭനം മൂലം മരിച്ചവർ 6 പേരും 7 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ എത്തിയവരാണല്ലോ? യെസ് ബോസ്, ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരേ ദിവസം ഒരേ ടൈമില്. യെസ്. ഇവർ നന്ദൻ വാലി സ്ട്രീറ്റിൽ അടുത്തടുത്ത 3 വീടുകളിലായി താമസിച്ചിരുന്നതും വ്യക്തമല്ലേ? ചീഫ് ചോദിച്ചു. അതെ ബോസ്, ഇവർ 6 പേരും 3 കുടുംബങ്ങളിലായി അടുത്തടുത്ത് താമസിച്ചു വരികയായിരുന്നു. ക്യാപ്റ്റൻ കിഷോർ കുമാർ ശിരസ് ചലിപ്പിച്ചു. ഇവർക്ക് എന്തായിരുന്നു ജോലി എന്ന് അന്വേഷിച്ചിരുന്നോ മെർലിൻ? ചീഫ് മെർലിന് നേർക്ക് നോട്ടം അയച്ചു. യെസ് ബോസ്. മെർലിൻ ഒരു ചെറു ചിരിയോടെയാണ് പറഞ്ഞത്. മരണമടഞ്ഞ ചാൾസ് സ്റ്റീഫന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വൈഫ് അന്നമ്മ ചാൾസ് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ കുക്ക്. സെക്കൻഡ് ബെനഡിക്ട് ഫ്രാൻസിസ്, അയാൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ക്ലർക്കായി ജോലി. റീന ബെനഡിക്ട് ഹൗസ് വൈഫ്. തേർഡ് രാം പ്രഭാകർ. ഫ്രണ്ട് ഹരിവംശലാൽ ഇരുവർക്കും എടുത്ത ഏതോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ രഹസ്യമായി സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നതായി ചില പരിചയക്കാരിൽ നിന്ന് അറിഞ്ഞു. മർലിൻ നിർത്തി. ഏത് ഹോസ്പിറ്റൽ? ചീഫ് ലൈഫ്സ് ലോഗൻ ഉദ്യോഗത്തോടെ മെർലിനെ നോക്കി. എക്സ്ക്യൂസ് മീ ബോസ്, അതറിയാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്. ക്യാപ്റ്റൻ കിഷോർ കുമാറിന്റെ മുഖത്ത് നേരിയ ചമ്മൽ പ്രകടമായി. പക്ഷേ ഞാൻ അറിഞ്ഞു ഫ്രണ്ട്സ്. ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് 007ന്റെ മുഖം ഗൗരവതരമായി. മെർലിനും ക്യാപ്റ്റൻ കിഷോർ കുമാറും അത്യധികമായ ആകാംക്ഷയോടെ ജെയിംസ് ലോവിനെ ഉറ്റുനോക്കി. ഡോക്ടർ ഡിസൂസയുടെ മസ്ത ഹോസ്പിറ്റൽ. ഇത് വളരെ പരമമായ രഹസ്യം. ചീഫ് ആ സത്യം വെളിപ്പെടുത്തി. മെർലിനും കിഷോറും അവിശ്വസനീയതോടെ ചീഫിൽ തന്നെ ശ്രദ്ധയോന്നി. പിന്നെ ഫ്രണ്ട്സ്, മറ്റൊന്നുകൂടി എനിക്കറിയാൻ കഴിഞ്ഞു. മരിച്ച 6 പേരും ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഇവിടെയല്ല, ഇന്ത്യയിൽ. അവർ ഇവിടെ എത്തി 3 കുടുംബങ്ങളിലായി ജീവിക്കുകയായിരുന്നു. അതെന്തിന്? എന്തായിരുന്നു വിഭജനത്തിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം? അതാണ് അടുത്തതായി അറിയേണ്ടത്. അതിന് നമുക്ക് കാണേണ്ടത് മറ്റാരെയുമല്ല, ഡോക്ടർ ഡിസൂസയെ. ചീഫ് ജെയിംസ് ലോവന്റെ ശബ്ദം ഘനഗാംഭീര്യമേറിയതും ഉറച്ചതുമായിരുന്നു. ബോസ്? മെർലിനും കിഷോറും അത്ഭുതത്തിൽ ബോസിനെ നോക്കി. യെസ് ഡിയർ ഫ്രണ്ട്സ്, അന്വേഷണത്തിന്റെ പാത നമുക്ക് ഏതാണ്ട് അകലെയല്ലാതെ തെളിഞ്ഞു കഴിഞ്ഞു. ബോൺ ചീഫിന്റെ സ്വരം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയതായിരുന്നു. മെർലിൻ എന്തോ അതിന് മറുപടിയായി പറയാനൊരുങ്ങവേ റൂം വാതിലിൽ ആരോ മുട്ടി. ക്യാപ്റ്റൻ കിഷോർ കുമാർ എണീറ്റ് ചെന്ന് പീപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. റൂം ബോയ് ട്രെയിൽ തങ്ങൾക്കുള്ള ഭക്ഷണവുമായി എത്തിയതാണ്. ക്യാപ്റ്റൻ വാതിൽ തുറന്നു. പൊക്കം കുറഞ്ഞ ഒരു നേപ്പാളി ചെറുപ്പക്കാരനായിരുന്നു റൂം ബോയ്. അയാളെ ആ മുറിയിലേക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. അയാൾ ഭവ്യതയോടെ ടേബിളിൽ അതിഥികൾക്ക് ഭക്ഷണം നിറച്ച പാത്രങ്ങൾ ട്രെയിൽ നിന്നെടുത്ത് നിരത്തി തുടങ്ങി. ബോൺ ചീഫ് ജെയിംസ് ലോവൻ അപ്പോഴത്തെ അയാളുടെ ആഗമനത്തിൽ വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത ഭാവത്തിൽ വലതുവശത്ത് തുറന്നു കിടന്ന ജാലകത്തിലൂടെ താഴേക്ക് അലസം നോക്കി നിന്നു. ക്യാപ്റ്റൻ ആകട്ടെ തന്റെ കമ്പ്യൂട്ടറിനരികിലേക്കും എന്തോ തിടുക്കത്തിൽ ഓർത്തിട്ടെന്ന മട്ടിൽ ചെന്നിരുന്ന് അത് ഓൺ ചെയ്തു. പെട്ടെന്ന് ഒരേ ഒരു നിമിഷം അവർ നടുക്കത്തോടെ അത് കണ്ടു. മെർലിയിരുന്ന സീറ്റിൽ നിന്ന് കുതിച്ചുയർന്ന മുന്നിൽ തോക്കുമായി നിന്നിരുന്ന നേപ്പാളി റൂബോയുടെ കൈത്തണ്ടയ്ക്കിടയിൽ ഒറ്റയരടി. തോക്ക് മേലേക്ക് പറന്നു വന്നു വീണത് ഡിറ്റക്റ്റീവ് മെർലിന്റെ വലം കൈയിൽ. ട്രെയിൽ നിന്ന് ഭക്ഷണപാത്രങ്ങൾക്ക് അവസാനം നേപ്പാളി ഒരു പിസ്റ്റൾ എടുത്ത് ജാലകത്തിനരികിൽ നിന്നിരുന്ന ചീഫിന്റെ പിൻശിരസിൽ മാത്രയ്ക്കുള്ളിൽ വെടിയുതിർക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. ആ സെക്കൻഡിലാണ് മെർലിൻ കാണുന്നത്. അയാളുടെ വിരൽ ട്രിഗറിൽ അമർന്നതും മെർലിൻ ഇരട്ടി വേഗത്തിൽ കുതിച്ചു. ഇതേ സമയം വെടിയുണ്ട ഉന്നം പിഴച്ച് ചുവരിൽ തുളച്ചു കയറി. അത്യന്തം അപകടമണത്തതും ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ട് ജാഗരൂകനായി. അദ്ദേഹം അക്രമിക്കുന്നേരെ മെർലിന് മുമ്പേ കുതിച്ചു ചാടി. പക്ഷേ പൊടുന്നനെയായിരുന്നു അപ്രതീക്ഷിതമായി റൂമിനുള്ളിലെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. 2 സെക്കൻഡിനുള്ളിൽ ക്യാപ്റ്റൻ കിഷോർ കുമാർ റൂമിലെ എമർജൻസി ലൈറ്റ് സംവിധാനം പ്രവർത്തന സജ്ജമാക്കി. മുറിയിൽ വെളിച്ചം പരന്നു. അപ്പോൾ അവിടെ നേപ്പാളി ഇല്ലായിരുന്നു. അയാൾ ഇരുട്ടിൽ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. ആ കുറഞ്ഞ സമയത്തിനിടെ മെർലിൻ ഫോണിലൂടെ ഹോട്ടൽ റിസപ്ഷനിലേക്ക് ബന്ധപ്പെട്ടുവെങ്കിലും
അവിടെ ആ സമയം ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. റിങ് ചെയ്യുന്നുണ്ട്, ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ബോസ്, മെർലിൻ ദേഷ്യപ്രകടനത്തോടെ പറഞ്ഞു. യെസ് യെസ്, ചീഫ് എന്തോ ആലോചനയിലേക്ക് നീങ്ങുന്നതിന്റെ ആരംഭം പോലെ പറഞ്ഞു. ഇതേ സമയം അങ്ങ് ദൂരെ മഞ്ഞുമലകൾക്ക് താഴെയുള്ള ഡേഞ്ചർ ഡേവിൾസ് പാർക്കിൽ അടുത്തതായി വാഷിംഗ്ടണിൽ നടത്തേണ്ട ഒരു മാസ്റ്റർ ഓപ്പറേഷനുള്ള ബുദ്ധിപരമായ തയ്യാറെടുപ്പ് തുടങ്ങിയായിരുന്നു ഡേഞ്ചർ ഡെന്നി. ഡേഞ്ചർ ഡേവിൾസ് പാർക്കിന്മേൽ ഉച്ചസൂര്യന്റെ കനത്ത സ്പർശം, ശരീരത്തിന് മാത്രം നേർത്ത ആശ്വാസം പകരുന്ന തരത്തിലുള്ള നനുത്ത തണുപ്പോടുകൂടിയ ശീതീകരിച്ച മുറിയിൽ തലച്ചോറിൽ തിളച്ചു മറിയുന്ന 1000 ആലോചനകളുമായി അസ്വസ്ഥ ചിത്തയായി കിടക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ധൈര്യശാലിയായ പടക്കുതിര നീരജ തമ്പി. അവൾ ആ അജ്ഞാത സങ്കേതത്തിൽ എത്തപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ചയിലധികം കഴിയുന്നു. നീരജയുടെ ശിരസിലെ മുറിവ് ഏതാണ്ട് ഭേദപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 4-5 ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടിമാറ്റാം. അവളുടെ പരിചരണത്തിനായി 2 യുവതികൾ എപ്പോഴും അവിടെ ഉണ്ട്. മറ്റൊരാൾ നീരജയ്ക്ക് സെക്യൂരിറ്റിയായി തൂക്കം ധരിച്ച് കിടക്കയ്ക്ക് വലതുഭാഗത്തുണ്ട്. അപകടനില തരണം ചെയ്തതോടെ നീരജയുടെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയും ഡേഞ്ചർ ഡെന്നി എന്ന കൊടും ഭീകരന്റെ അജ്ഞാത ഒളിത്താവളത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നായി ചിന്ത. പക്ഷേ സാഹസികരും കഠിന ഹൃദയരും എന്ന് തോന്നിപ്പിക്കുന്ന കറുത്ത നീഗ്രോ യുവതികളാണ് ഓരോ 12 മണിക്കൂർ കഴിയുമ്പോഴും മാറി മാറി സ്റ്റൺ ഗണ്ണുമായി കാവലിനെത്തുന്നത്. കറുത്ത നിറത്തിന് മേൽ മുഖത്തുള്ള ക്രൗര്യഭാവം കൂടി ആവുമ്പോ അവരിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുതരം ഭീകരത വെളിവാക്കുന്നു. ഒരുപക്ഷെ ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരന്റെ ശക്തമായ പരിശീലനത്തിൽ മനസ്സിനെയും ശരീരത്തിനെയും ഏതൊരു പോരാട്ടത്തിന്റെയും തന്റെ ഇടത്തോടെ നേരിടാൻ സജ്ജമാക്കിയിരിക്കാം ഈ നീഗ്രോ യുവതികൾ. നീരജ പലവരും ഇങ്ങനെയുള്ള ചിന്തകളാൽ വ്യാകുല ചിത്തയായി. അവൾ ജോലി ചെയ്തിരുന്ന ന്യൂയോർക്ക് ടൈംസിനെ കുറിച്ച് ആലോചിച്ചു. കൊല്ലപ്പെട്ട പത്രാധിപർ മോപ്പാ സിംഗ് പെരേരയെ പറ്റി, സത്യസന്ധനും സമർത്ഥനുമായിരുന്ന കമ്മീഷണർ ജയപ്രകാശ് ഗുപ്ത, പത്നി വസുന്ധര ഗുപ്ത്, മാസ്ത ഹോസ്പിറ്റലിൽ വെച്ച് അത്യുഗ്രശേഷിയുള്ള അണുജീവിയുടെ ദംശനമേറ്റ് പിടഞ്ഞു മരിച്ച ഡോക്ടർ രത്തൻ, പോലീസ് IG ഹെൻറി ജോൺസൺ, അദ്ദേഹത്തിന്റെ കുടുംബം, ഡോക്ടർ ഡിസൂസയുടെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഒരേ ഒരു മകൾ സാനിയ ഡിസൂസ, റോസ്വ്യൂ ആർക്കേഡിന് മുന്നിൽ തീർന്ന 6 ജന്മങ്ങൾ. ഇതിന്റെയൊക്കെ ഉത്തരവാദി ഡേഞ്ചർ ഡെന്നി എന്ന ഡെവിൾ. നീരജ തമ്പി സങ്കടത്തോടും ദേഷ്യത്തോടും പല്ലുഞെരിച്ചു. ആ നിമിഷം അവളുടെ ഉപബോധ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് മറ്റൊരു ദിശാബോധം പൊടുന്നനവെ ഉടലെടുത്തു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് എന്തായാലും അത്ര തിടുക്കത്തിലൊന്നും തനിക്ക് എവിടെയും രക്ഷപ്പെടാനാവില്ല. അങ്ങനെ ശ്രമിക്കുന്നത് തികച്ചും ബുദ്ധിമോശവുമാണ്. മാത്രമല്ല അത് ചിലപ്പോൾ കൂടുതൽ സങ്കീർണതയിലേക്ക് തന്നെ കൊണ്ട് ചെന്നെത്തിക്കുകയുള്ളൂ. എന്തായാലും തന്നെ ഇല്ലാതാക്കാനല്ല ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എത്ര മുമ്പ് അത് നടത്താമായിരുന്നു. പകരം വളരെ ശ്രദ്ധേയമായ പരിചരണമാണ് തനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഇതിനു പിന്നിലും ഡേഞ്ചർ ഡെന്നിക്ക് മറ്റെന്തെങ്കിലും ശക്തവും വ്യക്തമായ കണക്കുകൂട്ടലുണ്ടാവാം. അത് ഏതു വിധത്തിലായാലും താൻ അഭിമുഖീകരിച്ചേ മതിയാവൂ. കാരണം നീരജ തമ്പി എന്ന പത്രപ്രവർത്തക ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിസ്സഹായ ബന്ദിയാണ്. വിവേകശൂന്യമായ പെരുമാറ്റവും പ്രവൃത്തിയും തന്നെ അപകടത്തിലാഴ്ത്തും. അതിനാൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള യാതൊരുവിധ ധിക്കാരത്തിനും മുതിരാതെ വളരെ തന്ത്രപരമായി ഇവിടുത്തെ സകല നീക്കങ്ങളും പദ്ധതികളും വ്യക്തമായി മനസ്സിലാക്കുക. ഒരുപക്ഷെ തന്റെ ഹരം പിടിച്ച അന്വേഷണാത്മക പത്രപ്രവർത്തന ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയാലോ ഈ 2ാം ജന്മം. നീരജ തമ്പിക്ക് അങ്ങനെയൊക്കെ ചുഴിഞ്ഞാലോചിച്ചപ്പോൾ മനസ്സിന് തെല്ല് ധൈര്യം കൈവന്നതുപോലെ തോന്നി. അവൾ ശക്തമായി ഈ തീരുമാനത്തിൽ തന്നെ വ്യതിചലിക്കാതെ നിലകൊണ്ടു. രാത്രി അത്താഴത്തിനായി നീരജ തമ്പിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ സൂപ്പുമാണ് അന്ന് ലഭിച്ചത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര വിഭവം. നീരജയ്ക്ക് ആശ്ചര്യം അനുഭവപ്പെട്ടു. അവൾ അത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ അതുമായി വന്ന മെലിഞ്ഞ വെളുത്തവൾ നീരജയെ നോക്കി മൃദുവായി ചിരിച്ചു. നീരജയും നന്ദിയോടെ അവളെ നോക്കി ചിരിച്ചു. നീരജയുടെ മുറിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞത് നീഗ്രോകളും വെള്ളക്കാരും നേപ്പാളികളുമായി 20-ലധികം സ്ത്രീകളെങ്കിലും വന്നു പോയിരുന്നു. ഇതിനിടെ ആദ്യമായാണ് ഒരുവൾ നീരജയെ നോക്കിയൊന്ന് മന്ദാസിക്കുന്നത്. വാട്ട് ഈസ് യുവർ ബ്യൂട്ടിഫുൾ നെയിം? നീരജ അവളെ നോക്കി താല്പര്യത്തോടെ അടക്കത്തെ തിരക്കി. നമിത. അവള് നീരജയെ നോക്കി വീണ്ടും ചിരിച്ചു. ആർ യു ഇന്ത്യൻ? നീരജ അടുത്ത ചോദ്യം അറിഞ്ഞു. നോ. പെട്ടെന്ന് ഗണ്ഡുമായി കാവൽ നിന്നിരുന്നവൾ നമിതയ്ക്കും നീരജയ്ക്കും നേരെ കഠിനമായി നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ മുരണ്ടു. നമിത ഇച്ഛാഭംഗത്തോടെ മൗനിയായി പുറത്തേക്ക് പോയി.
നീരജ ഭക്ഷണം നിർത്തി. വാഷ് ബേസിനിൽ നിന്നും കൈയും മുഖവും കഴുകി ചെന്ന് കിടക്കയിൽ കിടന്നു. ഗന്ധാരി മുറിയിലെ മങ്ങിയ ബെഡ് ലാമ്പ് മാത്രം ഇട്ട് ബാക്കിയുള്ളവ പൂർണ്ണമായും ഓഫ് ചെയ്തിട്ട് വാതിലിനരികെയുള്ള റിവോൾവിംഗ് ചെയറിൽ സ്ഥാനമുറപ്പിച്ചു. രാത്രിയിലെ പതിവ് എങ്ങനെയാണ്? കാവൽക്കാരി വാതിലിനരികിൽ മുഴുവൻ സമയവും ജാഗ്രതയോടെ ഉറക്കം വിളിച്ചിരിക്കും. പാതിരാത്രി കഴിഞ്ഞ നേരത്തും കാവൽക്കാരി ആര് തന്നെ ആയാലും അവൾ അതീവ ജാഗ്രതയോടെ സശ്രദ്ധം ഉണർന്നു തന്നെ ഇരിക്കുന്നത് കഴിഞ്ഞ 2 രാത്രികളിലും നീരജ തമ്പി ഉറക്കം വിളിച്ചിരുന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കി. വാതിൽക്കൽ ഇരിക്കുന്നവരുടെ കണ്ണുകളിലെ വന്യമായ തിളക്കം നീരജ തമ്പി കിടപ്പിൽ വ്യക്തമായി കണ്ടു. സമർത്ഥയായ സൂക്ഷിപ്പുകാരി. നീരജ ഉള്ളിൽ പെറുപുറുത്തു. പിന്നെ വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ തിരിഞ്ഞു കിടന്നു. പുറത്ത് ഇരുട്ട് കനത്തു. കട്ട പിടിച്ച ഇരുൾ. ഈസ്റ്റ് ഗോഷേരിയിലുള്ള സാനിയ ഭവൻ. എങ്ങും ഇരുട്ടിന്റെ വിചിത്രമായ ഭീതിപ്പെടുത്തുന്ന പരപ്പ്. ആകെ ഭീതിതമായ അന്തരീക്ഷം. കനത്ത ഭീകരതയുടെ ആഹ്വാനം മാത്രം മുഴങ്ങി നിൽക്കുന്ന ഭീമത്സരാത്രി. എങ്കിലും സാനിയ ഭവന് ചുറ്റുമുള്ള സകല ആഡംബര ലൈറ്റുകളും ഒന്നിനു പിന്നാലെ ഓരോന്നായി കൺചിമ്മിക്കൊണ്ടേയിരുന്നു. തെല്ല അകലെ നിന്ന് നോക്കിയാൽ ചന്ദ്രമണ്ഡലം പറിച്ചു വെച്ച് സ്ഥാപിച്ചതുപോലെയുണ്ട്. അത്രയ്ക്ക് പ്രഭാപൂരിതമാണ് സാനിയ ഭവൻ. അർദ്ധരാത്രിയോടടുത്ത നേരം. ശീതീകരിച്ച ബെഡ്റൂമിലെ ഇരട്ടക്കട്ടിലിൽ ഡോക്ടർ ഡിസൂസിയും പത്നി മേബിൾ ഡിസൂസിയും ശക്തമായ ഗാഠനിദ്രയിൽ. ഈ നേരം സാനിയ ഭവന്റെ പടുകൂറ്റൻ ഗേറ്റിന് മുന്നിൽ ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചതുപോലെ ആ മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്ത് ദൃശ്യമായി. 6 അടിയിലുള്ള അതികായനായ കഷണ്ടിക്കാരൻ. ദേഹത്ത് ഇറുകിയ കറുത്ത പാന്റും അതേ കളർ ടീഷർട്ടും. ഡേഞ്ചർ ഡിന്നി. 1000 ദുരൂഹതകളുടെ നിഗൂഢ മനുഷ്യൻ. പൈശാചികതയുടെയും ഭീകരതയുടെയും പ്രതിരൂപം. രാത്രി പോലും ഭയക്കുന്ന ഗൂഢരൂപത്തിന്റെ ഉടമ. വാഷിംഗ്ടൺ നഗരത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച ബ്ലാക്ക് ഡെവിൾ. ശാന്തസുന്ദരമായിരുന്ന തലസ്ഥാന നഗരിയിൽ രക്തമൊഴുക്കി മറവിലിരുന്ന് അട്ടഹസിക്കുന്ന കാപാലികൻ. രാത്രീചരൻ. ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന്റെ അധിപതി. ഡേഞ്ചർ ഡിന്നി. ആ ഭീകര ക്രുദ്ധ നയനങ്ങൾ ഒരു സെക്കൻഡ് നേരം കൊണ്ട് ബംഗ്ലാവിന് ചുറ്റും ഒന്ന് വലം വെച്ചു. അടുത്ത ഒരു നിമിഷം കൂടി അടർന്നു വീണു. ഡേഞ്ചർ ഡെന്നിയുടെ അതീവ ബലിഷ്ഠവും നീളമേറിയതുമായ കരങ്ങൾ രണ്ടും ഗേറ്റിന് മേൽ അമർന്നു. ഗേറ്റ് ഒന്ന് ഞരങ്ങി. പെട്ടെന്ന് വലതുവശത്തെ സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഇടം കൈയിൽ നീളൻ കുറുവടിയും വലം കൈയിൽ ടോർച്ചുമായി കാവൽക്കാരൻ ഗൂർഖ പതിയെ പുറത്തേക്ക് വന്നു. അയാൾ എന്തോ ചോദിക്കാൻ തുടങ്ങവേ ഡേഞ്ചർ ഡെന്നി ശബ്ദിക്കരുത് എന്ന സൂചനയോടെ ചുണ്ടിൽ നീണ്ട കൂർത്ത തന്റെ വിരൽ വെച്ച് കാണിച്ചു. ഗൂർഖ ആ ആജ്ഞ അനുസരിച്ച മട്ടിൽ മെല്ലെ ഗേറ്റിനരികിലേക്ക് വന്നു. തൊട്ടടുത്ത സെക്കൻഡിലായിരുന്നു ഗൂർഖയ്ക്ക് നേരെ ഡേഞ്ചർ ഡെന്നിയുടെ ദ്രുതവേഗതയിലുള്ള ആക്രമണം. ഗൂർഖയുടെ കോളറിൽ പിടിച്ച ഒരൊറ്റ വലിയും ഗേറ്റിലേക്ക് ശിരസ് ചേർത്ത ഒരു ബലത്തിൽ ഒരിടിയും. ഞൊടിയുടെ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഗൂർഖ ഒരു വികൃതമായ ഞെരക്കത്തോടെ അകത്ത് ഗേറ്റിന് ചുവട്ടിൽ കുഴഞ്ഞു വീണു. അയാളുടെ തലച്ചോറ് പൊട്ടിച്ചിതറി കട്ട രക്തം പുറത്തേക്ക് ചീറ്റി ഒഴുകി. മാത്രയ്ക്കുള്ളിൽ ഗൂർഖ നിശ്ചലനായി. അങ്ങ് ദൂരെ എവിടെയോ വായുവിലൂടെ ചോര ശ്വസിച്ചിട്ടെന്നോണം ഏതോ ഒരു ഒറ്റക്കഴുകന്റെ ചാവിളി ശബ്ദം. ആ കടോറ ശബ്ദം രാത്രിയുടെ ഏകാന്തതയെ അത്യുഗ്രമായി തട്ടിത്തെറിപ്പിച്ചു. ഡേഞ്ചർ ഡെന്നി അതാ മെയ്വഴക്കത്തിൽ 1ാം നിര അഭ്യാസിയുടെ ലാഘവത്തോടെ കൂറ്റൻ ഗേറ്റ് ചാടിക്കിടന്ന് അകത്തേക്ക്. രാക്കഴുകൻ ഒരിക്കൽ കൂടി ചാവ് വിളിച്ചു. പിറ്റേന്ന് പ്രഭാതം. വാഷിംഗ്ടൺ നഗരം ഉണരുന്നത് ഒരു നടുക്ക് വാർത്തയോടെയാണ്. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡിസൂസയുടെ പ്രിയ പത്നി മേബിൾ ഡിസൂസ അർദ്ധരാത്രിയിൽ ഡേഞ്ചർ ഡെന്നി എന്ന അജ്ഞാത ഭീകരന്റെ അതിപൈശാചികമായ ബലാത്കാരത്തിന് ശേഷം വളരെ മൃഗീയമായി സാനിയ ഭവനിലെ ബെഡ്റൂമിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. തലസ്ഥാന നഗരം ഒരിക്കൽ കൂടി കിടുങ്ങി വിറച്ചു. വാഷിംഗ്ടൺ നഗരത്തിന് മേൽ മേഘങ്ങളെപ്പോലും വിറപ്പിക്കുമാറുള്ള ഉച്ചത്തിലുള്ള ചിറകടി ശബ്ദത്തോടെ മാംസദാഹികളായ കൂറ്റൻ കഴുകന്മാർ തലങ്ങും വിലങ്ങും പറന്നു. നഗരത്തിൽ അപ്പാടെ വല്ലാത്തൊരു ശ്മശാന മുകുതിയോട് കൂടിയുള്ള വൃത്തികെട്ട ദിനാരംഭം. എങ്ങും എവിടെയും മനമടുപ്പിക്കുന്ന വല്ലാത്തൊരു ശൂന്യത, അരോചകപ്പെടുത്തുന്ന നിശ്ചലത. അതിനെ ഛിന്ന ഭിന്നമാക്കുന്നതായിരുന്നു കഴുകക്കൂട്ടങ്ങളുടെ ആരവം. ജനം മുഴുവൻ ഈസ്റ്റ് ഗോഷേരിയിലേക്ക് ഉത്കണ്ഠയോടും ഞെട്ടലോടും പാഞ്ഞടുത്തു. ഇന്ത്യൻ സമയം 9:30 AM. ദുഃഖം ഉറഞ്ഞുകൂടിയ സാനിയ ഭവനു മുന്നിൽ പോലീസ് പട്ടാളമടക്കമുള്ള
ബഹുസേനകളുടെ ഉന്നതരെത്തിയ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നു. സംഭവം അറിഞ്ഞെത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ, ഡോക്ടർ ഡിസൂസയുടെയും കൊല്ലപ്പെട്ട മേബിൾ ഡിസൂസയുടെയും സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, നൂറുകണക്കിന് പത്ര മീഡിയ പ്രവർത്തകർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ VVIPകൾ, മനസാക്ഷിയെ നടക്കുന്ന ആ ദാരുണ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞ് ഓടിയെത്തിയവരിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ തന്നെ. സമയം കൃത്യം 9:35. പെട്ടെന്ന് സൈറൺ മുഴക്കി വരുന്ന ഒരു പോലീസ് വാഹനത്തിന്റെ സുരക്ഷാ അകമ്പടിയോടെ ആ കറുത്ത വാൻ സാനിയബാവിന്റെ ഗേറ്റ് കടന്ന് ചീറിപ്പാഞ്ഞു വന്ന് മുറ്റത്ത് സഡൻ ബ്രേക്കിൽ നിന്നു. ടയറിനടിയിൽ മണൽത്തരികൾ ഞെരിഞ്ഞമർന്നു. മാത്രയിൽ മുഴുവൻ ആളുകളുടെയും പൂർണ്ണ ശ്രദ്ധ ആ വാനിലേക്ക് കേന്ദ്രീകൃതമായി. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങിയ അസിസ്റ്റന്റ് കമ്മീഷണർ സെൻകുമാർ റാണ തിടുക്കത്തിൽ ചെന്ന് വാനിനരികിൽ ഭവ്യത വിടാതെ അറ്റൻഷനായി. പൊടുന്നനവേ വാനിൽ നിന്ന് അജാനുഭാവവും സൂട്ടും കോട്ടും ധരിച്ച ആ മനുഷ്യൻ പുറത്തേക്കിറങ്ങി. അന്താരാഷ്ട്ര കേസന്വേഷണ പരമ്പരകളിൽ ഇന്റർപോളിനെയും സ്കോട്ട്ലാൻഡ് യാർഡുകളിലും ഒക്കെ അമ്പരപ്പിച്ചിട്ടുള്ള കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ട് എന്ന അപരനാമത്തിനുടമയായ ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസി ചീഫ് ജെയിംസ് ലോവൻ. പിന്നാലെ ഡിറ്റക്റ്റീവ് മെർലിനും ഡിറ്റക്റ്റീവ് ക്യാപ്റ്റൻ കിഷോർ കുമാറും. സകലരുടെയും ശ്രദ്ധ ബോണ്ട് ചീഫിൽ തറച്ചു നിന്നു. മീഡിയ പ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ബോണ്ടിനുമേൽ തിരുമര മിന്നിപ്പൊലിഞ്ഞു. ജെയിംസ് ലോവൻ അത്യന്ത ഗൗരവത്തിൽ തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ സഹായത്തോടെ ആളുകൾക്കിടയിലൂടെ വീടിനുള്ളിലേക്ക് വേഗത്തിൽ പ്രവേശിച്ചു. വിസിറ്റിംഗ് ഹാളിന് വലതുവശത്തുള്ള ബെഡ്റൂമിലാണ് ഞെട്ടിക്കുന്ന ആ നരഹത്യ നടന്നത്. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു ഡെഡ് ബോഡി. ചോര തളം കെട്ടിക്കിടക്കുന്ന പതുപതുത്ത കിടക്കയിൽ അതാ പരിപൂർണ നഗ്നയായി ശരീരമൊട്ടുക്കും ഒരു ഹിംസ്രമൃഗത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ പെട്ടിട്ടെന്ന പോലെ ക്ഷതങ്ങളേറ്റ് മരിച്ച് മരവിച്ച് കിടക്കുന്ന ഡോക്ടർ മേബിൾ ഡിസൂസ. ഇടത്തെ മാറിടം പാതിയോളം വേർപെട്ട അവസ്ഥയിലും അടിവയറിന് താഴെ ശക്തമായ പൊള്ളലേറ്റതുപോലെ വട്ടത്തിൽ വീർത്ത അവസ്ഥയിലും. ഏതാനും നാൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ പത്നി വസുന്ധര ഗുപ്തയും ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരനാൽ മൃഗീയമായി കൊല്ലപ്പെട്ട് കിടന്നത്. പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണ ബോഡിയുടെ കിടപ്പ് സശ്രദ്ധം വീക്ഷിക്കുന്നതിനിടെ നടുക്കത്തോടെ ആ സംഭവം ഓർത്തു. ഡിറ്റക്റ്റീവ് ചീഫ് ജെയിംസ് ലോവൻ മൃതദേഹത്തിന്റെ കിടപ്പ് ചുറ്റിനുമായി നടന്ന് പല ആംഗിളുകളിൽ നിന്ന് അതീവ ജാഗരൂകതയോടെ ശ്രദ്ധിച്ചു. മാനസിക വിശകലനം നടത്തി. മർലിൻ ബോഡിയുടെ ഫോട്ടോസ് 4 വശങ്ങളിൽ നിന്നും മാറി മാറി എടുത്തു. ക്യാപ്റ്റൻ കിഷോർ കുമാർ കട്ടിലിനടിയിൽ രക്തം പുരണ്ടു കിടന്ന അസാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കറുത്ത ടവൽ പോക്കറ്റിൽ നിന്നെടുത്ത ഗ്ലൗസ് ഉപയോഗിച്ച് ചീഫിന് മുന്നിൽ ഉയർത്തിക്കാട്ടി. ഡേഞ്ചർ ഡെന്നി. ആ കോട്ടൺ ടവലിന് ഒത്ത മധ്യത്തിൽ തിളക്കമുള്ള സ്വർണ്ണ നൂലുകൾ കൊണ്ട് മനോഹരമായി തുന്നിയിരിക്കുന്നു. മൈ ഗോഡ്! അത് ശ്രദ്ധിച്ചതും കമ്മീഷണർ സെൻകുമാർ റാണ ഞെട്ടലിൽ വിളിച്ചു. പിന്നെ ബോണ്ട് ചീഫിന്റെ മുഖത്തേക്ക് ജിജ്ഞാസയോടെ നോക്കി. അദ്ദേഹം ടവലിൽ വ്യക്തമായി ഒന്ന് കണ്ണുകൾ ഓടിച്ചിട്ട് അത് അവിടെ തന്നെ ഇട്ടേക്കുവാൻ ക്യാപ്റ്റന് സജഷൻ നൽകി. മിസ്റ്റർ കമ്മീഷണർ, പെട്ടെന്ന് ജെയിംസ് ലോവൻ സെൻകുമാർ റാണയെ നോക്കി അടക്കത്തിൽ വിളിച്ചു. വെർ ഇസ് മിസ്റ്റർ ഡിസൂസ? സർ, ഡോക്ടർ ഡിസൂസ ഹോസ്പിറ്റലിലാണ്. റീസൺ? സർ, അക്രമി ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ഇവിടുത്തെ സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വീടിനുള്ളിൽ പ്രവേശിച്ചത്. അതിനുശേഷം അക്രമി ബെഡ്റൂമിൽ കടന്ന് ഡോക്ടർ ഡിസൂസിയെ തലക്കടിച്ച് ബോധരഹിതനാക്കിയിട്ടുണ്ടാവും. തുടർന്നാണ് കൃത്യം ചെയ്യാൻ സാധ്യത. കാരണം മോർണിംഗിൽ ഗേറ്റിനരികിൽ സെക്യൂരിറ്റി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ആളുകൾ ഓടിയെത്തുന്നത്. അപ്പോൾ മരിച്ചിട്ടില്ലായിരുന്ന സെക്യൂരിറ്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി ഓടിക്കൂടിയവർ വീടിനുള്ളിൽ കടന്നപ്പോഴാണ് അവിശ്വസനീയമായ ഈ കാഴ്ച കാണുന്നത്. ആ സമയത്ത് ഡോക്ടർ ഡിസൂസ ബോധരഹിതനായി തറയിൽ വീണ് കിടക്കുകയായിരുന്നു. ചിലപ്പോ കമ്പി വടിക്ക് അടിച്ചതാവാം. ശിരസിന് പിന്നിൽ ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ട്, കമ്മീഷണർ വിശദീകരിച്ചു. സെക്യൂരിറ്റി ചീഫ് ഉദ്വിഗ്നനായി. ഹീസ് ഡെഡ് സർ. ബോഡി ഹോസ്പിറ്റൽ മോർച്ചയിലുണ്ട്. യെസ് കമ്മീഷണർ. ജെയിംസ് ലോവൻ കൂടുതൽ ഗൗരവം കൊണ്ടു. പിന്നെ ഡിറ്റക്റ്റീവ് മെർണിലെയും കിഷോർ കുമാറിനെയും തെല്ല് മാറ്റി നിർത്തി അദ്ദേഹം എന്തോ വളരെ അടക്കത്തിൽ പറഞ്ഞു. എന്നിട്ട് തിടുക്കത്തിൽ പുറത്തേക്ക് പോയി. മിസ്റ്റർ കമ്മീഷണർ, നിങ്ങൾ
പോലീസിന്റെ ഫോർമാലിറ്റീസ് നടപ്പിലാക്കിക്കൊള്ളൂ. ഡിറ്റക്റ്റീവ് മെർലിനാണ് കമ്മീഷണർക്ക് അനുവാദം നൽകിയത്. കൃത്യം 40 മിനിറ്റ്. പോലീസിന് ലഭിച്ച പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശവം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാഴ്ചക്കാരായി എത്തിയ ആളുകൾ സാനിയ ഭവന് മുന്നിൽ നിന്ന് ദുഃഖാർത്തരായി മടങ്ങി. അവിടെ ഇപ്പോ ഡോക്ടർ ഡിസൂസയുടെയും മേബിൾ ഡിസൂസയുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ഖിന്നരായി മുറ്റത്ത് വട്ടം കൂടി നിൽക്കുന്നു. പൊടുന്നനവെ ഗേറ്റിനരികിൽ ആ പഴയ കാർ എവിടെ നിന്നോ ഒഴുകി വന്നു നിന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അയാളുടെ കനൽ പോലെ ചുവന്ന കണ്ണുകൾ വിഷാദപൂർണമായ സാനിയ ഭവന് നേർക്ക് പരിഹാസോദ്യോഗമായി ക്രൂരമായ സംതൃപ്തിയോടെ മെല്ലെ നീണ്ടു ചെന്നു. ഡോക്ടർ നാരായണന്റെ. ഒരു മിനിറ്റോളം ആ മനുഷ്യൻ അങ്ങോട്ട് തന്നെ വീക്ഷിച്ചുകൊണ്ട് കാറിലിരുന്നു. പിന്നെ വല്ലാത്തൊരു ക്രൂര സമാനമായ ശബ്ദമില്ലാത്ത ചിരിയോടെ ഗിയർ ഡൗൺ ചെയ്ത് മുന്നോട്ടെടുത്ത് റോക്കറ്റ് പോലെ തിരക്കേറിയ വീതിയിലൂടെ പറത്തി. ഏറിയാൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരം എസ്റ്റീം സഞ്ചരിച്ചിട്ടുണ്ടാവും. അടുത്ത മാത്രയിൽ ആ വാഹനത്തിന്റെ പിന്നിൽ അതിനെ പിന്തുടർന്നെന്നോണം മറ്റൊരു വാഹനം എവിടെ നിന്നോ വന്ന് പ്രത്യക്ഷമായി. അതിന്റെ സ്റ്റിയറിംഗ് വീൽ തിരിച്ചത് മറ്റാരുമായിരുന്നില്ല. വിശ്വോത്തര സാഹസിക കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ടായിരുന്നു. ഏതാണ്ട് ഉച്ച സമയത്തോടെ വളരെ നിരാശാഭരിതനായിട്ടാണ് ബോണ്ട് ചീഫ് ജൂനിയർ ഹോട്ടൽ മുറിയിൽ മടങ്ങിയെത്തിയത്. റൂമിലെത്തിയതും അദ്ദേഹം ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഗ്ലാസ് തണുത്ത മുന്തിരി ജ്യൂസ് എടുത്ത് പാനം ചെയ്ത ശേഷം അത്യന്തം ആത്മസംഘർഷത്തോടെ ആലോചനാമഗ്നനായി ചുണ്ടിൽ എരിയുന്ന ചുരുട്ടുമായി ചാലകത്തിനടുത്തേക്ക് നീങ്ങി. പ്രഭാതത്തിൽ മിസ്സിസ് ഡിസൂസയുടെ മരണവാർത്ത ചീഫിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഉപബോധ മനസ്സിൽ വെറുതെ തോന്നിയ ഒരാശയവുമായി സാനിയ ഭവന് 400 മീറ്ററോളം അകലത്തിൽ ഒളിഞ്ഞ് പാർക്ക് ചെയ്ത് കിടക്കവെയാണ് വിധി നിശ്ചയം പോലെ ആ പഴയ എസ്റ്റീം പ്രത്യക്ഷപ്പെടുന്നത്. മുൻപും ഉപബോധ മനസ്സിലെ ചെറിയ തോന്നലുകളും ചിന്താശകലങ്ങളും അദ്ദേഹത്തിനെ പല അന്താരാഷ്ട്ര കുറ്റവാളികളെയും തന്ത്രപൂർവ്വം കൊടുക്കുന്നതിൽ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്ത്യത്തോളം ചീഫിന്റെ മനസ്സ് സദാ അതിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കും. മാത്ര കൊണ്ട് ഏകചിന്തയെ മാത്രയ്ക്കുള്ളിൽ ജ്വലിപ്പിക്കുവാൻ തക്ക അപൂർവമായ ഏകാഗ്ര ചിത്തത്തിനുടമയാണ് അദ്ദേഹം. ഈ ഒരു കാരണത്താൽ തന്നെ ഏതൊന്നിനെയും അതിന്റെ നാനാവശത്തു നിന്ന് ചിന്തിച്ച് അപഗ്രഥിച്ച് ഞൊടിയിടയിൽ ശത്രുവോ മിത്രമോ എന്നറിയാനുള്ള അന്വേഷണാത്മകമായ വിവേചന ബുദ്ധി ജെയിംസ് ലോവനിൽ വളരെ ശതമാനം കൂടുതലാണ്. സാനിയ ഭവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഏക യാത്രികൻ ഉണ്ടായിരുന്ന ആ പഴയ വാഹനത്തെ ചീഫ് മറിഞ്ഞിരുന്ന നിമിഷം കൊണ്ട് സൂക്ഷ്മ ചിന്തയാൽ വിശകലനം ചെയ്തു നോക്കി. അകത്ത് അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കെ അങ്ങോട്ടൊന്ന് കയറുവാൻ പോലും കൂട്ടാക്കാതെ ഗേറ്റിനരികിൽ നിന്ന് തെല്ലു നേരം ഉൾസംഗതികൾ ശ്രദ്ധയിൽ വീക്ഷിച്ചു പോകുന്നവൻ എന്തു തന്നെയായാലും ഡോക്ടർ ഡിസൂസ കുടുംബത്തോട് സൗഹൃദം പുലർത്തുന്ന ആളല്ലെന്ന് ന്യായമായും ചീഫിന് തോന്നി. ഒന്നുകിൽ ആ കുടുംബവുമായി അടുത്ത് നിന്നിട്ട് ഇപ്പൊ അകന്നു കഴിയുന്ന ഒരു കുടുംബ വിരോധി. അത് ഡോക്ടർ ഡിസൂസയുമായുള്ള ബന്ധപ്പെടലിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മേബിൾ ഡിസൂസയുടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു കുറ്റാന്വേഷണ വിദഗ്ധന്റെ വേറിട്ട അന്വേഷണപരമായ ചിന്തകളിൽ നിന്നുകൊണ്ട് ചീഫ് ആദ്യം ആലോചിച്ചത്. പക്ഷെ അതേപ്പറ്റി കൂടുതൽ ആഴത്തിൽ ഗഹനമായി വീണ്ടും വീണ്ടും താരതമ്യം ചെയ്തപ്പോ വല്ലാത്തൊരു നടുക്കത്തോടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊരു ചോദ്യമായിരുന്നു. കാറിലെ യാത്രികൻ സാനിയ ഭവനുമായി മുമ്പ് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്, പിന്നീട് എപ്പോഴോ പരസ്പരമുള്ള എന്തെങ്കിലും അതൃപ്തികളിൽ അകന്ന വ്യക്തിയാണെങ്കിൽ കൂടി അവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥിതിക്ക് ഒരു വഴിപോക്കനെ പോലെയെങ്കിലും അകത്തൊന്ന് കടക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം മൗനിയായിട്ടെങ്കിലും അകത്ത് ചെന്ന് മാനസികമായ ഒരു അനുശോചനം രേഖപ്പെടുത്തേണ്ട ബാധ്യത അയാളുടെ മനസാക്ഷിക്ക് ഉണ്ടാകേണ്ടതാണ്. സാധാരണക്കാരനായ ചെറിയ ശത്രുവിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല മനുഷ്യത്വപരമായ സമീപനം. പക്ഷെ കാറിൽ വന്ന വ്യക്തി ആര് തന്നെ ആയാലും അയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഏറെ കഴിഞ്ഞിട്ടും സംജാതമാകാതിരുന്നപ്പോ ഡിറ്റക്റ്റീവ് ജൂനിയർ ബോണ്ടിന് ഒന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. ഗേറ്റിനരികിലെ കാർ യാത്രികൻ ഡിസൂസ കുടുംബത്തോട് ഉള്ളിൽ ശക്തമായ എന്തോ പക വെച്ച് പുലർത്തുന്ന ആൾ തന്നെയാണ്. ശത്രുവാണ്. ഡിസൂസ കുടുംബത്തിനൊരു ശത്രു. ആരാണ് അയാൾ? ചീഫ് ജെയിംസ് ലോവൻ സെക്കൻഡുകൾ കൊണ്ട് ബോധചേതനയിലെ സമ്പൂർണ്ണ ചിന്താശകലങ്ങളെയും ഒരൊറ്റ ബിന്ദുവിലേക്ക് പായിച്ചു. വൈകിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും പരിപൂർണ ജാഗ്രത പാലിക്കപ്പെട്ടു. ഗേറ്റിനരികിൽ നിന്ന് അസ്ത്രവേഗത്തിൽ ചീറിപ്പാഞ്ഞ കാറിന് പിന്നാലെ അതേ വേഗതയോടെ കിടപിടിക്കുന്ന മറ്റൊരു അസ്ത്രമായി ചീഫിന്റെ വാൻ പാഞ്ഞു. വൈകാതെ മുന്നിലെ യാത്രക്കാരന്
തന്നെ പിന്തുടരുന്ന വാഹനത്തെപ്പറ്റി സംശയം തോന്നിയിരിക്കാം. കാർ അമേരിക്കൻ രാജവീതികളിലൂടെ മൂളിപ്പറന്നു. പിറകിൽ വാൻ. അതിൽ ഏതു വിദഗ്ധ കുറ്റവാളിയെയും അതിസമർത്ഥമായി പിടികൂടാൻ കഴിവും സന്നാഹവും തന്റേടവുമുള്ള ബോൺ ഡിറ്റക്റ്റീവ് ചീഫ്. വാഹനങ്ങൾ രണ്ടും അതീവ മത്സരബുദ്ധിയിൽ തന്നെ തലസ്ഥാന നഗരത്തിരക്കിലേക്ക് ഏകദേശം 100 മീറ്ററോളം അകലെ വ്യത്യാസത്തിൽ ഒരേ സമയം പ്രവേശിച്ചു. നഗരത്തിരക്കിൽ ഇനിയും പ്രതിയോഗിക്ക് പിന്നാലെ നാടകീയതോടെ പിന്തുടർന്നു പോകുന്നതിൽ വളരെ അർത്ഥമില്ലെന്ന് തോന്നിയ സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ വലത് കൈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് മോചിതമായി. ആ കൈയിൽ ഇപ്പോൾ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിലെ കൂട്ടുകാരൻ സമ്മാനിച്ച അത്യാധുനികവും വളരെ അപൂർവമായി മാത്രം മാർക്കറ്റിൽ ലഭിക്കാവുന്നതുമായ ഫാസ്റ്റ് മൂവർ എന്ന ഓമന പേരിലുള്ള പിസ്റ്റൾ. മുന്നിലുള്ള ആൾ ഡിസൂസയുടെ ശത്രു ആണെന്നതിൽ ഇനി ഒരു സംശയം വേണ്ട എന്ന കടുത്ത തീരുമാനം ഉള്ളിൽ ശക്തമായപ്പോഴാണ് ചീഫ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റിനെ പറ്റി തികച്ചും ബോധവാനായത്. കാറിന്റെ വലതുവശത്തെ പിൻടയർ പിസ്റ്റൾ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു ചീഫിന്റെ പ്രഥമ ലക്ഷ്യം. വാനിന്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് പവർ വിൻഡോ മെല്ലെ താഴ്ന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരനിരയായി ഒഴുകുന്ന തിരക്കിൽ അതിവിദഗ്ധമായി മുന്നിൽ അതിസാഹസികതയോടെ വെട്ടിച്ചും വളഞ്ഞും പായുന്ന കാറിന്റെ പിൻടയറിൽ ഡ്രൈവിംഗിടെ നിറയൊഴിക്കാനായി ഗൺ കൃത്യമായി എയിം ചെയ്യുക എന്നത് വളരെ ശ്രമകരം തന്നെയാണ്. എന്നിട്ടും ബോണ്ട് ചീഫ് അത് വെല്ലുവിളിയോടെ നടത്തി. ഹേ, വെടിപൊട്ടി. കാറിന്റെ വലതുവശത്തെ പിൻടയർ വല്ലാത്തൊരു ശബ്ദത്തോടെ തകർന്നു. കാർ റോഡിലൊന്ന് പാളി തെന്നി ഘോരമായ ഒരു മുരൾച്ചയോടെ വട്ടം കറങ്ങി നിന്നു. ഒരു നിമിഷത്തിലൊന്ന് പാഴാക്കാതെ ബോണ്ട് വാൻ സഡൻ ബ്രേക്കിൽ നിർത്തി. പിന്നിൽ വാഹനങ്ങളുടെ ബ്രേക്കുകൾ തിരുതരെ അലർന്നു കേട്ടിട്ടും അത് വകവയ്ക്കാതെ ജെയിംസ് ലോവൻ കണ്ണുമായി ഡോർ തുറന്ന് കാറിനരികിലേക്ക് കുതിച്ചു പാഞ്ഞു. പെട്ടെന്നാണ് പിന്നിൽ തന്റെ വാഹനത്തെ കടന്ന് നിയന്ത്രണം വിട്ടുവന്ന ഒരു ആക്സിഡന്റ് കാർ ബോൺ ചീഫിനെ ഇടിച്ച് തെറിപ്പിക്കുന്ന വേഗതയിലെത്തിയത്. ജൂനിയർ ബോൺ 007 എന്ന സാഹസിക കുറ്റാന്വേഷണ വിദഗ്ധന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ചലന വേഗത സാധാരണക്കാരനായ ഒരാളിൽ നിന്ന് ഒത്തിരി ഒത്തിരി അകലത്താണ്. അപകടമറിഞ്ഞ മാത്രയിൽ അദ്ദേഹം ഇംഗ്ലീഷ് സിനിമയിലെ ആക്ഷൻ ക്യാരക്ടറെ പോലും അത്ഭുതപ്പെടുത്തുന്ന മെയ് വഴക്കത്തോടെ മേലേക്ക് ഉയർന്ന മലക്കമറിഞ്ഞ് അതീവ സുരക്ഷിതനായി തന്റെ വാനിന്റെ ബോണറ്റിലെത്തി. ഇടിക്കാൻ വന്ന ആക്സിഡന്റ് നേരെ പോയി റോഡിൽ ടയർ തകർന്ന് ബ്ലോക്കായ കാറിൽ തട്ടി. കാറിന്റെ പിൻഗ്ലാസും ആക്സിഡന്റിന്റെ മുൻഗ്ലാസും ഒരേ സമയം ചിന്നിച്ചിതറി. ജെയിംസ് ലോവൻ അത് നോക്കി ഉത്കണ്ഠപ്പെടാൻ സമയം ചെലവഴിക്കാതെ ആക്സിഡന്റിന്റെ മുകളിലൂടെ കാറിന്റെ അരികിലേക്ക് കുതിച്ചു. ഗൺ ചൂണ്ടി ഡ്രൈവിംഗ് സീറ്റിന് അരികിലെ ഡോർ തുറന്നപ്പോൾ അതിനകത്ത് ആരുമില്ല. എതിരാളി രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം ചീഫിനെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. തന്റെ വേഗതയെയും മറികടക്കുന്ന സ്പീഡിൽ തനിക്ക് ആദ്യമായി ഒരു പ്രതിയോഗി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം അദ്ദേഹത്തിന് അധികം വൈകാതെ വ്യക്തമായി. ഡെവിൾ. ജെയിംസ് ലോവൻ നിരാശനായി ഗൺ പോക്കറ്റിൽ തിരുകി. ഇതിനിടെ എവിടെ നിന്നോ ട്രാഫിക് പോലീസ് രംഗത്തെത്തി. ബോണ്ട് ചീഫ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാഹചര്യം വെളിപ്പെടുത്തി. പോലീസ് വളരെ താല്പര്യത്തോടും ബഹുമാനത്തോടും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. കാർ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ട് ചീഫ് തന്റെ വാഹനത്തിൽ കയറി. ക്യാമറ എടുത്ത് കാറിന്റെ 2-3 സ്റ്റിൽസ് എടുത്ത് വണ്ടി മുന്നോട്ട് വിട്ടു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു വേഷത്തിൽ ആക്സിഡന്റ് നടന്ന അതേ സ്ഥലത്ത് അദ്ദേഹം മടങ്ങിയെത്തി. പോലീസും ഇടിച്ച കാറിന്റെ ഉടമയും തമ്മിൽ എന്തോ തർക്കം നടക്കുന്നു. ചീഫ് അവിടെ കുറെ സമയം കാഴ്ചക്കാരനായി നിന്നു. അരമണിക്കൂറിലധികം നിൽപ്പ് തുടർന്നിട്ടും സംശയിക്കത്തക്ക ചലനഭാവത്തോടും മുഖത്തോടും കൂടി ആരെയും കാണാത്തപ്പോൾ ആ ഉദ്യമത്തിൽ നിന്നും മെല്ലെ പിന്മാറി. അകലെയല്ലാതെ ഒരു കോഫി ഹൗസിൽ കയറി കടുപ്പത്തിൽ ഒരു ടീ ഓർഡർ ചെയ്ത് സീറ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഗതി വളരെ വ്യക്തമായി ഉരുത്തിരിഞ്ഞു. ഡോക്ടർ ഡിസൂസയ്ക്കും കുടുംബത്തിനും അമേരിക്കൻ തലസ്ഥാന നഗരമായ ഇവിടെ ഏതോ ഒരു ശത്രു ഉദയം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ കാറിൽ അയാളായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ അനുയായികളോ വേണ്ടപ്പെട്ടവരോ ആകാം. ആ കാറിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ എല്ലാറ്റിനും ഉപരി മറ്റൊന്നുകൂടിയാണ്, അതിവിദഗ്ധനായ ഒരു കാർ റേസിംഗ് മാൻ. സർ, തൊപ്പി ധരിച്ച ചെറുപ്പക്കാരൻ സപ്ലയർ ചായയുമായി എത്തിയിരിക്കുന്നു. യെസ്, അദ്ദേഹം ഗൗരവത്തിൽ മുഖമുയർത്തി. ചെറുപ്പക്കാരൻ ചായക്കപ്പ് വെച്ച് മടങ്ങി. ഡോക്ടർ ഡിസൂസയുടെ ശത്രു ആരായിരിക്കും അയാൾ? അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് പിന്നിലെ നിഗൂഢ രഹസ്യമെന്ത്? അദ്ദേഹം ചിന്താകുലനായി. അപ്പോൾ തന്നെ അദ്ദേഹം ഡിസൂസയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡിസൂസയുടെ തന്നെ മസ്ത ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഡിസൂസ അപ്പോഴും ഡോക്ടർമാരുടെ വിദഗ്ധ നിരീക്ഷണത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ. ഇതുവരെയും ബോധാവസ്ഥയിലേക്ക് മടങ്ങി വന്നിട്ടില്ല. തലക്കേറ്റ പ്രഹരത്തിൽ നിന്നുണ്ടായ ക്ഷതം തലച്ചോറിലെ ചില നാഡീ ഞരമ്പുകളെ അപൂർണമായി
മരവിപ്പിച്ചിരിക്കുകയാണ്. അവയുടെ പ്രവർത്തനം പുനരാരംഭിച്ചാലേ അബോധാവസ്ഥയിൽ നിന്ന് പേഷ്യന്റിന് ഉണരാൻ കഴിയൂ. നിലവിലുള്ള സ്റ്റേജിനെ വേണമെങ്കിൽ ഒരു മിനി മസ്തിഷ്ക മരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 24 അവേഴ്സിനുള്ളിൽ അതിജീവിക്കാം, മറിച്ച് സംഭവിക്കാം. ഹവർ ഒന്ന് മൂവായി കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചെടുക്കും ഞങ്ങളുടെ ഡോക്ടറെ. വെറും 2 നാൾ കൊണ്ട് സുഖമാക്കുകയും ചെയ്യും സർ. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഡിസൂസയുടെ തികച്ചും ദുഃഖകരമായ ആ അവസ്ഥയെപ്പറ്റി ജെയിംസ് ലോവനോട് വിഷമത്തോടെയാണെങ്കിലും വളരെ വിശദമായി വെളിപ്പെടുത്തി. എല്ലാം കേട്ട് അദ്ദേഹം ഒരു നിമിഷം മനുഷ്യ സഹജമായ മനുഷ്യവികാരത്തിന് അടിമപ്പെട്ട് വ്യാകുലചിത്തനായി ഇരിപ്പിടത്തിൽ മൗനിയായി നിലകൊണ്ടു. പിന്നെ സൂപ്രണ്ടിനോട് യാത്ര പറഞ്ഞിറങ്ങി. വാനിൽ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ജെയിംസ് ലോവൻ മനസ്സിന് അസ്വസ്ഥതയുടെ തീ പടർത്തുന്ന നാനാവിധ ചിന്തകളാൽ ഉന്മേഷരഹിതനായി കാണപ്പെട്ടു. ആ അവസ്ഥാവിശേഷത്തിന് റൂമിലെത്തി തണുത്ത ജ്യൂസ് കുടിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. സമയം കടന്നു. സായാഹ്നത്തോടെ ഡിറ്റക്റ്റീവ് മെർലിനും ക്യാപ്റ്റൻ കിഷോർ കുമാറും മടങ്ങിയെത്തിയത് ബോൺ ചീഫിന് ആനന്ദം പകരുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. തലേന്ന് ഹോട്ടൽ മുറിയിൽ റൂം ബോയുടെ വേഷത്തിലെത്തി ചീഫിനെ ഷൂട്ട് ചെയ്ത് വധിക്കാൻ ശ്രമിച്ചിട്ട് അതിവിദഗ്ധനായി രക്ഷപ്പെട്ട നേപ്പാളിയെ ഉച്ചനേരത്ത് മെർലിനും ക്യാപ്റ്റനും ചേർന്ന് സാനിയ ഭവന് മുന്നിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വളരെ നാടകീയമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ചീഫിന്റെ മുഖമൊന്ന് തിളങ്ങി. ആകാശത്ത് വെച്ച് ഒരു പഞ്ഞിക്കുടുക്ക പൊട്ടിയെന്ന് തോന്നിക്കും വിധത്തിൽ നിലാവെളിച്ചത്തിൽ രാത്രിയിലുടനീളം ഡേഞ്ചർ ഡെവിൾസ് പാർക്കിന് മുകളിൽ മഞ്ഞു പെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ സമയം കൃത്യം വെളുപ്പിന് 3 മണി. പെട്ടെന്ന് കടുത്ത നിദ്രയിലായിരുന്ന നീരജ തമ്പി സ്വപ്നത്തിൽ നിന്നുണരുന്നത് പോലെ ഞെട്ടിയുണർന്നു. സ്ഥലകാല ബോധത്തോടെ കൺ തുറന്നപ്പോൾ എങ്ങും പരിപൂർണ ശാന്തത. രാത്രിയുടെ അന്ത്യയാമത്തോടടുക്കുന്ന സമയമായതിനാൽ എവിടെയും കനത്ത മയക്കത്തിലാണ്. നീരജയ്ക്ക് വല്ലാതെ തൊണ്ട വരളുന്നത് കണക്കെ അനുഭവപ്പെട്ടു. അവൾ അസ്വസ്ഥതയോടെ കമ്പിളിപ്പതുപ്പ് മാറ്റി മെല്ലെ എണീറ്റു. റൂമിലെ ബെഡ് ലാമ്പിന്റെ വെളിച്ചത്തിൽ കട്ടിലിനരികിലെ ടേബിളിൽ നിന്ന് കൂജയിലെ ജലമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. തൊണ്ടനാളം ഒന്ന് നനഞ്ഞു തണുത്തപ്പോൾ നേരിയ ആശ്വാസം തോന്നി. അവൾ കിടക്കാൻ കൂട്ടാക്കാതെ ചിന്താകുലയായി ബെഡിനരികിലെ പിഞ്ചുവലിലേക്ക് ചാഞ്ഞിരുന്നു. AC-യുടെ നേർത്ത മുരൾച്ച മാത്രം മുറിക്കുള്ളിൽ. ആ നിമിഷത്തിലാണ് അവൾ അത് ശ്രദ്ധിച്ചത്. ബന്ധവസായി അടച്ച് ലോക്ക് ചെയ്തിരിക്കുന്ന വാതിലിനരികിൽ വലതുവശത്തായി ഇട്ടിരിക്കുന്ന ഇരുമ്പ് ചെയറിൽ അതാ കാവൽക്കാരി നമിത ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. അവളുടെ കയ്യിൽ അത്യന്താധുനിക യന്ത്രത്തോക്ക്. നീരജയുടെ കണ്ണുകൾ ഒന്ന് മിന്നിയടഞ്ഞു. ഉള്ളിന്റെ ഉള്ളിൽ കൗശലക്കാരിയും ബുദ്ധിസാമർഥ്യവും ധൈര്യശാലിയുമായ ഒരു കുറ്റാന്വേഷണ പത്രപ്രവർത്തികളുടെ ജാഗ്രതാപൂർണമായ ചിന്തകൾ ഒന്നൊന്നായി ശിരസുയർത്തി. അവളുടെ ഉള്ളിൽ ഡേഞ്ചർ ഡെവിൾസ് പാർക്കിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള അഭിവാഞ്ച ഉടലെടുത്തു. മനസ്സും ശരീരവും ജാഗരൂകമായി. നീരജ മാർജാര പാദങ്ങളോടെ പതുക്കെ കട്ടിലിൽ നിന്നിറങ്ങി കാവൽക്കാരിയുടെ അടുത്തേക്ക് അടിവെച്ചു. ഡിറ്റക്റ്റീവ് ജെയിംസ് ലോവന്റെ സാന്നിധ്യത്തിൽ മെർലിനും കിഷോറും ചേർന്ന് സാനിയ ഭവന് മുന്നിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും കിട്ടിയ നേപ്പാളിയെ ചോദ്യം ചെയ്തു. ആദ്യം അയാൾ യാതൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കാതിരുന്നപ്പോ ക്യാപ്റ്റൻ കിഷോർ കുമാർ ചോദ്യം ചെയ്യൽ പട്ടാള മുറിയിലേക്ക് മാറ്റിയതോടെ അവന് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായി. സർ പ്ലീസ് പ്ലീസ് സർ, ഇനി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ചത്തുപോകും, അവൻ ശുദ്ധ ഹിന്ദിയിൽ കരച്ചിലിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഡിറ്റക്റ്റീവ് മെർലിൻ ബോൺ ചീഫിനെ നോക്കി. ചീഫ് ആ നോട്ടത്തിന്റെ അർത്ഥം നന്നായി ഗ്രഹിച്ചിട്ടെന്നോണം അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ സംജ്ഞ നൽകി. എന്താ നിന്റെ പേര്? മെർലിൻ അവന്റെ പരന്ന കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. ആമോസ്, അവൻ ചാടി പറഞ്ഞു. നിന്റെ നാട്? നേപ്പാൾ. എത്ര കാലമായി നീ അമേരിക്കയിൽ വന്നിട്ട്? കിഷോറാണ് ആരാഞ്ഞത്. ചെറുപ്പം മുതൽ തന്നെ ഇവിടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാ എവിടെ? കമൽനാഥ് സാറിന്റെ കൂടെ. ആരാ ഈ കമൽനാഥ്? ജെയിംസ് ലോവനാണ് തിരക്കിയത്. അത് അത് പെട്ടെന്ന് ആ നേപ്പാളിയുടെ ഭയചകിതമായ മുഖത്ത് വല്ലാത്തൊരു അബദ്ധം പിണഞ്ഞതിന്റെ ജാളിത നന്നായി തെളിഞ്ഞു. അത് ജൂനിയർ ബോണ്ട് അടക്കമുള്ള മൂവരും വളരെ വ്യക്തമായി ശ്രദ്ധിക്കുകയും ചെയ്തു. ആ, കമൽനാഥ് സാറിനെ അറിയില്ലേ? ടവറിൻ ജംഗ്ഷനിൽ പൂക്കട നടത്തുന്ന കമൽനാഥ്. ഞാനവിടെ സെയിൽസ്മാൻ ആയിരുന്നു. നേപ്പാളിയുടെ തിടുക്കത്തിലുള്ള മറുപടി. ആ നിമിഷം ജെയിംസ് ലോവിന്റെ വലതുമുഷ്ടി അവന്റെ മുഖം ചതച്ചു. നേപ്പാളിയുടെ കണ്ണിൽ 7 ലോകങ്ങളും മിന്നി മറഞ്ഞു. അയ്യോ വേണ്ട സാർ, എന്നെ കൊല്ലരുത്, ഞാൻ സത്യം പറയാം. എനിക്ക് ഇത്തിരി വെള്ളം വേണം. ജെയിംസ് ലോവിന്റെ ഉരുക്കുമുഷ്ടി വീണ്ടും തന്റെ മുഖത്തിന് നേരെ നീണ്ടപ്പോൾ നേപ്പാളി വേദനയോടെ നിലവിളിച്ചു. മെർലിൻ! ലോവൻ മെർലിനെ നോക്കി വിളിച്ചു.
മർലിൻ ഫ്രിഡ്ജിൽ നിന്ന് ജലമെടുക്കാനായി തിരിഞ്ഞു. ആ സെക്കൻഡിൽ ലോവനും ക്യാപ്റ്റൻ കിഷോറും മെർലിൻ നീങ്ങിയ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു. ആ സമയം ധാരാളം മതിയായിരുന്നു കുറ്റവാളിയായ നേപ്പാളിക്ക്. അവൻ ഇടുപ്പിൽ നിന്ന് എന്തോ ഒന്നെടുത്ത് വായിലേക്കിട്ടു. ഏയ് നോ! ക്യാപ്റ്റൻ വല്ലാത്തൊരു നടുക്കത്തോടെ നേപ്പാളിയുടെ കണ്ടനാളത്തിന്റെ ഇരുവശത്തുമായി അമർത്തിപ്പിടിച്ചു. പക്ഷേ നേപ്പാളി വായിലിട്ട സാധനത്തിന്റെ പ്രവർത്തനം അപ്പോൾ നടന്നു കഴിഞ്ഞിരുന്നു. മാത്രയ്ക്കുള്ളിൽ നേപ്പാളി ഒന്ന് വെട്ടിവിറച്ച് തറയിലേക്ക് മറിഞ്ഞു വീണു. നിശ്ചലനായി. അവന്റെ കടവായിൽ നിന്നും കട്ട രക്തം തറയിലേക്ക് ഒഴുകി. മൈ ഗോഡ്! ജ്യൂസ് ഗ്ലാസുമായി തിരികെ വന്ന മെർലിൻ അമ്പരപ്പിൽ കൺമിഴിച്ചു. ജെയിംസ് ലോവൻ വല്ലാത്തൊരു നിരാശയോടെ തെല്ലിക്കുനിഞ്ഞ് നേപ്പാളിയുടെ പൾസ് പരിശോധിച്ചു. അവൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹം അസ്വസ്ഥകരമായ ഒരു ദീർഘനിശ്വാസത്തോടെ എണീറ്റ് ജാലകത്തിനരികിലേക്ക് നീങ്ങി. കയ്യിൽ വന്നുവിട്ട ഇരയെ നഷ്ടപ്പെട്ട വേട്ടക്കാരന്റെ മുഖഭാവമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്. അവനെ കസ്റ്റഡിയിൽ ലഭിച്ചപ്പോൾ തന്നെയോ അല്ലെങ്കിൽ അതിനുശേഷമോ അവന്റെ ശരീരം പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൻ കമൽനാഥിനെ പറ്റി തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കെ വളരെ വിദഗ്ധമായി ഇടുപ്പിൽ നിന്ന് സയനൈഡ് ഗുളിക കഴിച്ച് മരിക്കില്ലായിരുന്നു. ഛേ! ജെയിംസ് ലോവന് കലശലായ ദേഷ്യവും അസഹിഷ്ണുതയും തോന്നി തന്നോട് തന്നെ. ഒട്ടുനേരം നിശബ്ദനായി ജാലകാഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നപ്പോ മനസ്സിന് ശാന്തത കൈവരുത്തുവാൻ കഴിഞ്ഞു ബോണ്ടിന്. എങ്കിലും തന്നെ വധിക്കുവാൻ ഈ നേപ്പാളിയെ അയച്ചത് ആരെന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം ആലോചനയ്ക്കിടെ ഫോണിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സെൻകുമാർ റാണയെ വിളിച്ചു. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്മീഷണറുടെ പോലീസ് എത്തി ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി 8 മണി നേരം കുറ്റാന്വേഷണ വിദഗ്ധൻ ജൂനിയർ ബോണ്ട് ഹോട്ടൽ മുറിയിൽ ആലോചന നിമഗ്നനായിരിക്കെ ഡിറ്റക്റ്റീവ് മെർലിനും ക്യാപ്റ്റൻ കിഷോർ കുമാറും പുറത്തുനിന്നും അകത്തു കടന്നു വന്നു. ബോസ്! അകത്തെത്തിയതും മെർലിൻ പതുക്കെ വിളിച്ചു ജെയിംസ് ലോവനെ. യെസ്. ലോവൻ ഗൗരവത്തിൽ അവർക്ക് നേരെ ചോദ്യഭാവത്തിൽ മുഖമുയർത്തി. ബോസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോലീസ് കേസ് ഫയലിലുണ്ടായിരുന്ന ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമ കമൽനാഥിനെ കുറിച്ച് തിരക്കി. പക്ഷെ സംശയിക്കത്തക്കതായി ഒന്നും ലഭിച്ചില്ല ബോസ്. മെർലിൻ വെളിപ്പെടുത്തി. ഓ യെസ് മെർലിൻ. ജെയിംസ് ലോവൻ മെല്ലെ ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു, എങ്കിൽ നേപ്പാളി പറഞ്ഞ കമൽനാഥ് ആയിരിക്കില്ല കേസ് ഫയലിലുള്ള കമൽനാഥ്. ആട്ടെ, നമ്മൾ അന്വേഷിച്ച കമൽനാഥ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ജനസേവക സൊസൈറ്റിയുടെ നടത്തിപ്പുകാരനാണ്. ക്യാപ്റ്റൻ കിഷോർ ആണ് പറഞ്ഞത്. ട്രസ്റ്റിന്റെ പ്രവർത്തന മേഖല? ലോവൻ ക്യാപ്റ്റനെ ശ്രദ്ധിച്ചു. ഇവിടുത്തെ സമ്പന്നരായ ആളുകളിൽ നിന്ന് പണം സംഭാവനയായി സ്വീകരിച്ച് ദരിദ്ര രാഷ്ട്രങ്ങളെ സഹായിക്കുക. വാഷിംഗ്ടൺ നഗരത്തിൽ ഓരോ മാസാന്ത്യത്തിലും ശുചീകരണ പ്രവർത്തികൾ നടത്തുക. ജനപങ്കാളിത്തത്തോടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് ബോസ്. ക്യാപ്റ്റൻ വിശദീകരിച്ചു. ചുരുക്കത്തിൽ ട്രസ്റ്റിന്റെ ലക്ഷ്യം സമ്പൂർണ്ണ ജനസേവനമാണെന്ന് അല്ലേ മെർലിൻ? ജെയിംസ് ലോവൻ തെല്ലുച്ചത്തിൽ പരിഹാസരൂപേണ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മെർലിൻ അവ്യക്തതയിൽ ബോസിനെ നോക്കി. ഈ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെയുള്ള ശ്മശാനത്തിൽ നിന്നല്ലേ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ ഡെഡ് ബോഡി മോഷ്ടിക്കപ്പെട്ടത്? ജെയിംസ് ലോവൻ കിഷോറിന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. യെസ് ബോസ്. കിഷോർ, ട്രസ്റ്റ് ഭരണാധികാരി കമൽനാഥിന് മറ്റെന്തെങ്കിലും ജോലി? ഉണ്ട് ബോസ്, മെർലിൻ പറഞ്ഞു. നഗരത്തിൽ ലൈസൻസ് ഉള്ള ഏക ആർമി ഷോപ്പ് ഇയാളുടെ സ്വന്തം പേരിലുള്ളതാണ്. ജെയിംസ് ലോവൻ ഒന്ന് അമർത്തി മൂടി. പിന്നെ കിഷോറിന് നേരെ തിരിഞ്ഞു. ഡിയർ ക്യാപ്റ്റൻ, ഇപ്പോ സമയം 8:15. കൃത്യം 12 മണി രാത്രിക്ക് ക്യാപ്റ്റൻ അലി അക്ബർ റോഡിലുള്ള ആസാദ് ട്രസ്റ്റിന്റെ വക ശ്മശാനത്തിൽ എങ്ങനെയും തന്ത്രപൂർവ്വം അതിക്രമിച്ചു കടക്കണം. ഉള്ളിൽ കടന്ന ശേഷം എന്നെ മൊബൈലിൽ വിളിക്കുക. റെഡിയല്ലേ ക്യാപ്റ്റൻ? ഐ എം റെഡി ബോസ്. ക്യാപ്റ്റൻ കിഷോർ കുമാർ ധൈര്യസമേതം പുഞ്ചിരിച്ചു. ബെസ്റ്റ് വിഷസ് മാൻ. ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അവിടെ കാവലായി ആ നിക്കോളസ് എന്ന കിളവൻ മാത്രമല്ലേ ഉള്ളൂ. ബി ഹാപ്പി. ജെയിംസ് ലോവൻ ക്യാപ്റ്റന്റെ ചുമലിൽ പതുക്കെ എന്ന് തട്ടി പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് മെർലിനെയും കൂട്ടി അപ്പൊ തന്നെ പുറത്തേക്ക് പോയി. അവർ പോയതും ക്യാപ്റ്റൻ കിഷോർ കുമാർ ചിന്താധീനനായി. എത്ര ആലോചിച്ചിട്ടും ബോസ് തന്നോട് അർദ്ധരാത്രിക്ക് ശ്മശാനത്തിൽ കടക്കുവാൻ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടുന്നില്ല. എങ്കിലും ഒന്ന് വ്യക്തമാണ്, ബോസിന്റെ ഓരോ ഓപ്പറേഷനുകളും ഇത്തരത്തിൽ ഒട്ടേറെ വിചിത്രത നിറഞ്ഞത് തന്നെയാണ്. രാത്രി 11:45. ഡിറ്റക്റ്റീവ് ക്യാപ്റ്റൻ കിഷോർ കുമാറിന്റെ ആക്സന്റ് കാർ അലി അക്ബർ റോഡിലെ ശ്മശാനത്തിന് ഏതാണ്ട് 100 മീറ്റർ അകലത്തായി പതുക്കെ വന്നു നിന്നു.
ക്യാപ്റ്റൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി ചുറ്റിനും ഒന്ന് സൂക്ഷ്മമായി വീക്ഷിച്ചു. ശ്മശാനത്തിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള സെക്യൂരിറ്റി റൂമിൽ മങ്ങിയ വെളിച്ചം കാണാം. ശ്മശാനത്തിന്റെ മുൻഭാഗത്ത് റോഡും ബാക്കി 3 ഭാഗങ്ങളിലും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു കമ്പനിയുടെ കൂറ്റൻ വ്യവസായ സ്ഥാപനങ്ങളുടെ പിൻഭാഗമാണ്. ക്യാപ്റ്റൻ അതീവ ജാഗ്രതയോടെ മെല്ലെ സെക്യൂരിറ്റി റൂമിനരികിലേക്ക് നടന്നു. ഏതു വിധത്തിലെങ്കിലും സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ച് ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പല വിധേനയും ക്യാപ്റ്റൻ സെക്യൂരിറ്റി റൂമിന് സമീപമെത്തി. തുറന്നു കിടന്ന ജാലകത്തിലൂടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു. അകത്ത് കിളവൻ നിക്കോളസിനെ കാണാനില്ല. നിക്കോളസ് എവിടെയെങ്കിലും പോയി തൊളയട്ടെ. ക്യാപ്റ്റൻ കൈത്തണ്ടയിലെ വാച്ചിൽ ശ്രദ്ധിച്ചു. സമയം 11:56 PM. ബോസിന്റെ കോളിന് ഇനി 4 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു. ക്യാപ്റ്റൻ ഗേറ്റിനരികിലേക്ക് നീങ്ങി. പെട്ടെന്നാണ് ശ്മശാന മധ്യത്തിലായി ക്യാപ്റ്റൻ നടക്കുന്ന ആ കാഴ്ച ശ്രദ്ധിച്ചത്. അർദ്ധരാത്രിയുടെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇനി വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം. ചുറ്റിനും വല്ലാത്തൊരു ഭീകര രാത്രിയുടെ ഭീതിജനകമായ അസ്വസ്ഥത പടർത്തുന്ന ശാന്തത. ക്യാപ്റ്റൻ കിഷോർ കുമാർ അവിശ്വസനീയതയോടെ അങ്ങോട്ട് ശ്വാസം അടക്കി പിടിച്ച് ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് അതാ സെമിത്തേരി മധ്യത്തിലെ ശിലാഫലകങ്ങളും മാർബിൾ പാളികളും കൊണ്ട് രാജകീയ പ്രൗഢിയോടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കല്ലറയുടെ മൺനിരപ്പിന് മേലെയുള്ള ഭാഗം പെട്ടിയുടെ മൂടി എന്ന വണ്ണം പതുക്കെ മേൽപോട്ടുയരുന്നു. ഡിറ്റക്റ്റീവ് ക്യാപ്റ്റൻ കിഷോർ കുമാറിന്റെ മുഖവും കണ്ണും ഒരേപോലെ അത്ഭുതത്തോടും ഭയത്തോടും കൂടിയാണ് ആ കാഴ്ച വീക്ഷിച്ചത്. അടുത്ത സെക്കൻഡിൽ അതാ അതിനുള്ളിൽ നിന്നും ഒരു മനുഷ്യൻ കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. മൈ ഗോഡ്! കിഷോർ കുമാർ അങ്ങേയറ്റം വിസ്മയാധീനനായി. അതിനുള്ളിൽ നിന്ന് അവതരിച്ച ആളെ ശ്രദ്ധിച്ചിട്ട് കമൽനാഥ്, ആസാദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആർമറി ഷോപ്പിന്റെയും ഉടമയായ കമൽനാഥ്. കമൽനാഥ് കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭീകര രാത്രിചരണം. കിഷോർ കുമാർ കടുത്ത ജിജ്ഞാസയുടെ മുൾമുനയിലായി. ഉടൻ കല്ലറയുടെ മേൽമൂടി പഴയപടി അടഞ്ഞു. കമൽനാഥ് ഉറച്ച കാലുകടികളോടെ ഗേറ്റിനരികിലേക്ക് നടന്നു വരുന്നത് കണ്ടതും ക്യാപ്റ്റൻ പിന്നോക്കം മാറി ഇരുട്ടിൽ മറഞ്ഞു. കമൽനാഥ് ഗേറ്റ് തുറന്നിട്ട് അതേപടി അടച്ചു വന്ന് സെക്യൂരിറ്റി റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചു. സെക്യൂരിറ്റി റൂമിനുള്ളിൽ കമൽനാഥ് ആരോടോ അടക്കി പിടിച്ച് സംസാരിക്കുന്നു. ക്യാപ്റ്റൻ അതീവ ശ്രദ്ധയോടെ ജാഗ്രതാചിത്തനായി കരുതലോടെ തെല്ല് തുറന്നു കിടന്ന ജാലകത്തിനരികിലേക്ക് മാർജാര പാദങ്ങളോടെ നടന്നെത്തി. വളരെ പ്രയാസപ്പെട്ട് വാതിൽ വിടവിലൂടെ അകത്തേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ ഉള്ളിൽ അയാൾ കിളവൻ നിക്കോളാസ്, സിമിത്തേരിയുടെ സൂക്ഷിപ്പുകാരൻ വൃദ്ധൻ. കിളവൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു? അകത്ത് കമൽനാഥ് എന്താണ് കാവൽക്കാരനോട് ശബ്ദം താഴ്ത്തി ഉരുവിടുന്നത്? ക്യാപ്റ്റൻ വല്ലാതെ ഉദ്വിഗ്നനായി. ജാലകത്തിനോട് കാതുകൾ ചേർത്ത് പിടിച്ച് ശ്വാസം അടക്കി നിന്നു. പക്ഷെ പെട്ടെന്ന് കമൽനാഥ് സംസാരം അവസാനിപ്പിച്ച് റൂമിന്റെ കൊച്ചു വരാന്തയിൽ ഇറങ്ങി. ക്യാപ്റ്റൻ പമ്മി പതുങ്ങി സെക്യൂരിറ്റി റൂമിന്റെ പിൻഭാഗത്തെ നേർത്ത ഇരുട്ടിലേക്ക് വഴുതി മാറി. 2 മിനിറ്റ് കഴിഞ്ഞില്ല. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു പഴയ വാൻ സെക്യൂരിറ്റി റൂമിന് മുന്നിൽ മുരൾച്ചയോടെ നിന്നു. മുൻഡോർ തുറന്നടഞ്ഞു. വാൻ റിവേഴ്സ് എടുത്ത് വന്ന വേഗതയിൽ തന്നെ മടങ്ങിപ്പോയി. കമൽനാഥ് പോയിരിക്കുന്നു. കിഷോർ ഇരുട്ടിൽ മറിഞ്ഞിരുന്ന് കണക്കുകൂട്ടി. ശരിയായിരുന്നു, കമൽനാഥ് വാനിൽ പറക്കുകയായിരുന്നു. അപ്പോൾ ദുരൂഹമായ ഒരിടത്തു നിന്നും അതിലും ദുരൂഹമായ മറ്റൊരിടത്തേക്ക്. ക്യാപ്റ്റൻ ഒരു ദീർഘനിശ്വാസത്തോടെ വെളിയിൽ വന്ന് ജാലകത്തിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ കിളവൻ നിക്കോളാസ് റൂമിലെ ബെഞ്ചിലിരുന്ന് സിഗരറ്റ് പുകയ്ക്കുന്നു. പെട്ടെന്ന് കിഷോറിന്റെ പാന്റ് പോക്കറ്റിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു തുടങ്ങി. ബോസിന്റെ കോൾ. താൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ ഗേറ്റിനരികിലേക്ക് ഓടി. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗേറ്റ് മറികടന്ന് സെമിത്തേരിക്കുള്ളിൽ പ്രവേശിച്ചു. പുറത്ത് കനത്ത ഇരുട്ട്. ഏത് സാഹസികതയിലൂടെ ഡേഞ്ചർ ഡെന്നി എന്ന കൊടും ഭീകരന്റെ തടവറയിൽ നിന്നും രക്ഷപ്പെടുക? ഭയങ്കരമായ ഭീകരതയുടെ മുഖപടമണിഞ്ഞ രാത്രിയുടെ അന്ത്യയാമത്തിൽ ആകസ്മികമായി ഞെട്ടിയുണർന്ന നീരജ തമ്പിക്ക് വാതിൽക്കൽ യന്ത്രത്തോക്കുമായി മയങ്ങിയിരിക്കുന്ന നമിതയ്ക്ക് അരികിലേക്ക് മെല്ലെ നീങ്ങുമ്പോൾ ഈ ഒരു ലക്ഷ്യമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ധീരമായ തീരുമാനം. പക്ഷേ നീരജ നമിതയുടെ തോക്കിൽ കൈവയ്ക്കുവാൻ കുനിഞ്ഞതേയുള്ളൂ. ഏയ്, ഡോണ്ട് മൂവ്! നമിത അർദ്ധമയക്കത്തിൽ നിന്നും കുതിച്ചെഴുന്നേറ്റ് നീരജയ്ക്ക് നേരെ ഗൺചൂണ്ടി. നീരജ ഞെട്ടിപ്പകച്ച് പിന്നോക്കം വഴുതി മാറി. നമിത നീരജയുടെ മുഖത്തേക്ക് അതികഠിനമായി ഉഗ്രശാസനയുടെ രൂപത്തിൽ ഒന്ന് നോക്കി. പിന്നെ നീരജയെ വരെ അമ്പരിപ്പിച്ചുകൊണ്ട് നമിത ഉറക്കച്ചടവോടെ മെല്ലെ മന്ദസിച്ചു. മാഡം, ഞാൻ തെല്ലൊന്ന് മയങ്ങിയ നേരം നോക്കി എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണല്ലേ? നീരജയുടെ മുഖം വെളുത്ത് വിളറി. എന്നാലും എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാൻ തോന്നിയല്ലോ മാഡത്തിന്.
നമിതയുടെ കണ്ണുകളിൽ ക്രൗര്യത്തിന് പകരം കണ്ണീരാണ് അപ്പോൾ കണ്ടത്. നീരജയ്ക്ക് അമ്പരപ്പും അത്ഭുതവുമായി. ഡേഞ്ചർ ഡെന്നി എന്ന ഭീകരന്റെ ആജ്ഞാനുവർത്തികളായ കുറെ സ്ത്രീകളെ കണ്ടു. വളരെ കുറഞ്ഞ ദിവസത്തിനിടയിൽ അവരിൽ അല്പം ഒരു കരുണയോടെ തന്നെ സമീപിച്ചതും പെരുമാറിയതും മുന്നിൽ നിൽക്കുന്ന ഈ നമിത തന്നെ. പക്ഷെ അവൾ തന്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞ് നിസ്സഹായായി പെരുമാറുന്നത് നീരജയിൽ അവിശ്വസനീയതയുടെ വേലിയേറ്റം പ്രകടമായി. 5 വർഷങ്ങൾക്ക് മുമ്പ് ആകെ ഉണ്ടായിരുന്ന വീട് സ്ഥലവും ബാങ്കിന് പണയപ്പെടുത്തി അമേരിക്കയിലെ മസ്ത ഹോസ്പിറ്റലിൽ നഴ്സായി എത്തിയപ്പോൾ മനസ്സ് നിറയെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ബാങ്കിലെ കടം, അനുജത്തിമാരുടെ വിവാഹം, ജോലി, ജീവിതം, അങ്ങനെ എന്തെല്ലാം ഒക്കെ. പക്ഷേ ഒക്കെയും ആ ബാസ്റ്റഡ് നശിപ്പിച്ചു. ഒടുവിൽ ശരീരവും മനസ്സുമെല്ലാം വ്രണപ്പെട്ട് ആർക്കും വേണ്ടാതെ റോഡിൽ അനാഥമായി കിടന്നപ്പോ വണ്ടിയിലെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിച്ചത് എന്നെപ്പോലെ ജീവിത സ്വപ്നങ്ങൾ തകർന്ന ഒരു മനുഷ്യൻ. രാത്രിയുടെ നിശബ്ദതയെ ബന്ധിച്ചുകൊണ്ട് നമിതയുടെ ചുണ്ടുകൾ പതുക്കെ ചലിച്ചു തുടങ്ങി. നീരജ അടക്കാനാവാത്ത ജിജ്ഞാസയോടെ നമിതയെ തന്നെ തറച്ചു നോക്കിയിരുന്നു. നമിത ഗദ്ഗത കണ്ടയായി തുടർന്നു. ആക്രമണത്തിനെതിരെ തോക്കെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ജനിച്ചു വളർന്ന ഗ്രാമമല്ല, സംസ്ഥാനം തന്നെ വാങ്ങിത്തരാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് വാങ്ങിയത് 100 കണക്കിന് വെടിയുണ്ടകൾ, ചീറിപ്പായുന്ന മെഷീൻ ഗണ്ണുകൾ. ഇപ്പോ അങ്ങ് കേരളത്തിൽ കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയുണ്ട് മാഡം. പക്ഷെ എപ്പോഴും ശിരസിന് മുകളിൽ കഴുത്തറുത്തിടാൻ വാളുകൾ ധാരാളമുണ്ട്. എന്നുവെച്ച് പേടിച്ചോടില്ല ഈ നമിത. എന്റെ കുടുംബത്തെ രക്ഷിച്ച ബോസിന് വേണ്ടി മരണം വരെ യുദ്ധം ചെയ്യും. ഒന്നുകിൽ മരണം, മറിച്ചായാൽ നാട്ടിലേക്കൊരു മടക്കയാത്ര. നമിതയുടെ സ്വരം വല്ലാതെ ദൃഢതരമായിരുന്നു. നമിത, പ്ലീസ് പ്ലീസ് ടെൽ മീ, ആരാണ് നിങ്ങളുടെ ശത്രു? എന്തിനാണ് നീയും നിന്റെ ബോസും ഒക്കെ കൂടി ചേർന്ന് എന്നെ ഇവിടെ തടവിലാക്കിയിരിക്കുന്നത്? ശരിക്കും ഇതല്ലേ നമിതേ അക്രമം? നീരജ അടക്കിയ സ്വരത്തിൽ ആവേശത്തോടെ തന്നെ തിരക്കി. അക്രമം? നമിത പുച്ഛത്തിൽ ചെറികൂട്ടി പിന്നെ പറഞ്ഞു, എന്റെയും എന്റെ ബോസിന്റെയും സ്വപ്നങ്ങളെല്ലാം തകർത്തത് ഒരാൾ തന്നെയാണ് മാഡം. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി, എ ഡേഞ്ചറസ് ക്രിമിനൽ, ഡോക്ടർ ഡിസൂസ. നമിതയുടെ മുഖം വലിഞ്ഞു മുറുകി. കൈക്കുള്ളിൽ സ്റ്റൺ ഗൺ ഞെരിഞ്ഞമർന്നു. ഡോക്ടർ ഡിസൂസ? നീരജ ആശ്ചര്യത്തോടെ നമിതയുടെ നേർക്ക് അവിശ്വസനീയതയോടെ നോക്കി. യെസ്, ഡോക്ടർ ഡിസൂസ. നമിത പല്ല് ഞെരിച്ചു പകയോടെ. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് നോവലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം പോയി കേൾക്കാൻ ശ്രമിക്കുക. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.